തിരുവചനത്തിലൂടെ ആഴമായ ദൈവസ്നേഹം പകർന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ വിജയവീതിയിലൂടെ പോപ്പുലർ മിഷൻ ധ്യാനം താമരശ്ശേരി രൂപതയിൽ കണ്ണോത്ത് സെയിന്റ് മേരീസ് ഇടവകയും തെയ്യപ്പാറ സെയിന്റ് തോമസ് ഇടവകയും ചേർന്ന് ഒരു ദേശത്തിന്റെ മുഴുവൻ നവീകരണത്തിനായി ഒരുമിച്ച് കൂടിയ ദിനങ്ങൾ. രക്ഷകനായ യേശുവിന് ഹൃദയ കവാടങ്ങൾ തുറന്നു കൊടുക്കുവിൻ എന്ന ആഹ്വാനത്തോടെ വ്യക്തികളുടെ മാനസാന്തരം, കുടുംബങ്ങളുടെ നവീകരണം, ഇടവകയുടെ സ്നേഹ കൂട്ടായ്മ എന്നിവ ലക്ഷ്യം വെച്ച് നടത്തപ്പെടുന്ന പോപ്പുലർ മിഷൻ ധ്യാനം ദിവ്യബലിയിലൂടെ, കൂദാശകളിലൂടെ, വിവാഹവ്രത നവീകരണ വാഗ്ദാനങ്ങളിലൂടെ, പരസ്പര സ്നേഹ കൂട്ടായ്മയിലൂടെ, വചന ശുശ്രൂഷയിലൂടെയുള്ള സ്നേഹദിനങ്ങൾ. താമരശ്ശേരി രൂപതയിലെ കണ്ണോത്ത് സെയിന്റ് മേരീസ് ദേവാലയവും തെയ്യപ്പാറ സെയിന്റ് തോമസ് ദേവാലയവും ചേർന്ന് 3 കേന്ദ്രങ്ങളിലായി ഒരു ദേശത്തെ ജനതയെ മുഴുവൻ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറ്റിയ ആത്മീയതയുടെ ആഘോഷ ദിനങ്ങൾ. പോപ്പുലർ മിഷൻ ധ്യാനം. എൻ്റെ പേര് ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ. ഞാൻ താമരശ്ശേരി രൂപതയിലെ ഒരു വൈദികനാണ്. എൻ്റെ ഇടവക കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയമാണ്. ഞാനിപ്പോൾ കണ്ണോത്ത് സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ വികാരിയായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കണ്ണോത്ത് സെൻറ്റ് മേരീസ് ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ താമരശ്ശേരി രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് കണ്ണോത്ത് സെൻറ്റ് മേരീസ് ദേവാലയം. പ്രത്യേകിച്ച് മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഈ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഈ നാട്ടിലുള്ളവർ പ്രത്യേകിച്ച് ഭക്തിയാദരപൂർവ്വം വിളിച്ചു വരുന്നത് കണ്ണോത്തമ്മ എന്ന പേരിലാണ്. എല്ലാ മാസവും 8-ാം തീയതി കണ്ണോത്തമ്മ ദിനം സമുചിതമായി ആഘോഷിക്കാറുണ്ട്. എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ വളരെ ഭക്തിയാദരപൂർവ്വം കൊണ്ടാടുക. ഈ ഇടവകയിൽ 660-ലധികം കുടുംബാംഗങ്ങളുണ്ട്. ഈ ഇടവക ആരംഭിച്ചത് 1942-ലാണ്. ആദ്യകാല കുടിയേറ്റ ഇടവകളിൽ ഒന്നാണ് കണ്ണോത്ത് സെൻറ്റ് മേരീസ് ദേവാലയം. ഈ ദേവാലയത്തിൽ ഏറെ ഭാഗ്യം സിദ്ധിച്ച ഒരു ദേവാലയമായിട്ട് മനസ്സിലാക്കുകയാണ്. കാരണം പോപ്പുലർ മിഷൻ ധ്യാനം ഈ ഇടവകയിൽ 3-ാമത്തെ പ്രാവശ്യമാണ് നടത്തപ്പെടുക. ഈ വർഷം ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു, ആഴ്ചയായിരുന്നു. 3 സെൻറ്ററുകളിലായിട്ടാണ് ഈ ഇടവകയിലെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തപ്പെട്ടത്. 3 സെൻറ്ററുകളിലും ഒത്തിരിയേറെ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറെ നല്ല അനുഭവമാണ് പങ്കെടുത്ത എല്ലാവർക്കും ഉണ്ടായത്. ഏറെ ദൈവാനുഗ്രഹങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം സ്വീകരിക്കുവാനായിട്ട് ഈ ഇടവകയിലുള്ളവർക്ക് സാധിച്ചുവെന്നുള്ളത് ഏറെ കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥനയിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് ധ്യാനിക്കാവുന്ന, അല്പനേരം ഒന്ന് മനസ്സിൽ കൊണ്ടുവരാവുന്നൊരു സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലെ 26 തൊട്ടുള്ള തിരുവചനങ്ങൾ. ഈ വചനഭാഗം രക്ഷാകര ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷ മുഴുവനും ഒരു മനുഷ്യ വ്യക്തിയുടെ സമ്മതത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണിവിടെ. ഈ ലോകത്തിൽ രക്ഷകൻ പിറക്കേണ്ട നേരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാണ് രക്ഷകനായി വന്ന് പിറക്കേണ്ടത്. ദൈവത്തിൻ്റെ കുഞ്ഞാണ് രക്ഷകനായിട്ട് പിറക്കുന്നതെങ്കിലും ആ ദൈവത്തിൻ്റെ കുഞ്ഞിനും ഒരു 10 മാസത്തോളം വളരാൻ ഒരമ്മ വേണം, അമ്മയുടെ ഉദരം വേണം.
ദൈവത്തിൻ്റെ കുഞ്ഞാണ് പിറന്നു വീഴുന്നതെങ്കിലും ആ പിറന്നു വീഴുന്ന ദൈവത്തിൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കാനും താലോലിക്കാനും മുലയൂട്ടി വളർത്താനും ഒരമ്മ വേണം, അമ്മയുടെ കൈകൾ വേണം. നിനക്കിതിന് സാധിക്കുമോ എന്ന ചോദ്യത്തോടെ ദൈവദൂതനായ ഗബ്രിയേൽ നസറത്തിലെ കന്യകയായ മറിയത്തിൻ്റെ മുൻപിൽ നിൽക്കുന്ന നിമിഷങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചു വരുന്ന സുവിശേഷ ഭാഗം. ഇവിടെ ഈ കന്യകയായ മറിയത്തിൻ്റെ മുൻപിലുള്ള സാധ്യതകൾ നമുക്കറിയാം. വിവാഹിതയല്ല, ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെല്ലാം അവളുടെ മുൻപിലുണ്ട്. അനുകൂലമായി വേണമെങ്കിൽ മറുപടി കൊടുക്കാം, ഇതിനേക്കാൾ ഭാഗ്യപ്പെട്ടത് വേറൊന്നില്ലല്ലോ, ദൈവത്തിൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ പറ്റുന്നല്ലോ. അനുകൂലമായി മറുപടി കൊടുക്കാം. വരാവുന്ന ബുദ്ധിമുട്ടുകൾ, വിവാഹിതയാവാതെ ഗർഭം ധരിച്ചാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് ചിന്തിക്കുമ്പോൾ എനിക്കിത് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. ആ മറിയം ഏതായാലും അനുകൂലമായി മറുപടി കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവദൂതനോട് ചോദിക്കുന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? വിവാഹിതയാകാതെ ഞാൻ ഗർഭം ധരിക്കുക അസാധ്യമാണല്ലോ. എങ്ങനെ എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് പിറക്കും, ഒരു കുഞ്ഞു ജനിക്കും? എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എനിക്ക് പറ്റും? ഇതിന് ദൈവദൂതൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇതാണ്: മകളെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വന്നു നിറയും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വന്നു നിറയും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മറിയം പറയുന്നു, ഇതാ ദൈവമേ, നിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ആ മറിയം തലകുനിക്കുന്ന നേരം സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവളിൽ ഇറങ്ങി വന്നു. ഈശോ അവളുടെ ഉദരത്തിൽ ഉരുവായി. ഈശോ ഈ ലോകത്തിന് കൊടുക്കാൻ അവൾക്ക് സാധിച്ചു. അവളിലൂടെ അനേകം പേർ ഈശോയിലോട്ടടുത്തു. ദൈവത്തിൻ്റെ രക്ഷ കണ്ടെത്തി, ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചു. സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച പോപ്പുലർ മിഷൻ ധ്യാനം 6 ദിവസങ്ങൾ പിന്നിട്ട് സന്ധ്യാനേരത്ത് ഇവിടെ അവസാനിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ആ മറിയത്തിൽ നിറവേറിയ ദൈവത്തിൻ്റെ നിയോഗം, ആ ദൈവനിയോഗം നാം ഓരോരുത്തരിലും ഇന്നു നിറവേറാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന പുണ്യപ്പെട്ട ദിനങ്ങളായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാന ദിനങ്ങൾ. എന്താണെന്ന് മറിയത്തിൽ നിറവേറിയ ദൈവനിയോഗം? അവളിൽ ഈശോ വന്നു പിറന്നു. അവളിലൂടെ ഈശോ പിറന്നു. അവളിലൂടെ അനേകം പേർ ഈശോയിലോട്ടടുത്തു. ഈശോയോട് ചേർന്ന് അവൾ എന്നും നടന്നു. അതെ, ഇതുതന്നെ നമ്മിലും നടക്കണം. നമ്മിൽ ഈശോ വന്ന് പിറക്കണം. ഈശോ നമ്മിൽ വന്നു പിറന്നു കഴിഞ്ഞു. ഈ ധ്യാന ദിനങ്ങളിൽ ഈശോയോട് ചേർന്ന് നമ്മൾ ഓരോരുത്തരും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നടക്കണം. നമ്മിലൂടെ അനേകം പേർ ഈശോയെ അറിയണം. നമ്മിലൂടെ ഈശോ നമ്മുടെ കുടുംബത്തിലും കടന്നു ചെല്ലുന്ന ഇടങ്ങളിലുമെല്ലാം നമ്മിലൂടെ ഈശോ പിറക്കണം. നമ്മിലൂടെ ഈശോ വെളിപ്പെടണം. ഈ ഒരു വലിയ ദൈവനിയോഗം നമുക്ക് മുൻപിൽ വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമ്മുടെയും മനസ്സിലുയരാവുന്ന ചോദ്യം, അന്ന് മറിയത്തിൻ്റെ മനസ്സിലുയർന്ന അതേ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ബലഹീനതകൾ, ഒരുപാട് കുറവുകൾ, ഒരുപാട് വീഴ്ചകൾ അത് എന്നിലുണ്ട്. എത്രയോ ധ്യാനങ്ങൾ കൂടിയിരിക്കുന്നു, എത്രയെത്ര തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ആ തീരുമാനങ്ങൾ ഒന്നും നിലനിൽക്കാൻ എനിക്കിന്ന് വരെ സാധിച്ചിട്ടില്ല. ഇനിയും ഈ എന്നിൽ എങ്ങനെ ഇതേപോലൊരു ദൈവനിയോഗം പൂർത്തിയാകും? എന്നിലൂടെ എങ്ങനെ ഈശോയുടെ സന്തോഷം മറ്റുള്ളവർക്ക് കിട്ടും? എങ്ങനെ എനിക്കിനി മുന്നോട്ടുള്ള ജീവിതം ഈശോയോട് ചേർന്ന് മുന്നോട്ട് നീങ്ങാനും നടക്കാനും പറ്റും? എങ്ങനെ സാധിക്കും എനിക്കിത്? ഇതിനുള്ള മറുപടിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേലും വരും. ഈ അഭിഷേക ആരാധനാ നേരം ആത്മാവിൻ്റെ കൃപകൾ നമ്മിൽ വന്ന് നിറയും. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ഓരോരുത്തരും ഇറങ്ങി വന്നു നിറയും. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നിറഞ്ഞു കഴിയുമ്പം അസാധ്യമെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മിലൂടെ നിറവേറ്റാൻ, പൂർത്തിയാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും.
പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങൾ, ഇത്രമാത്രം ഈ ആരാധനയിലോട്ട് കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ശക്തി. നടപടി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനം നിങ്ങൾക്കും അറിയാവുന്ന വചനമായിരിക്കും. ഉത്ഥിതനായ നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന, മക്കളെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നോക്കൂ, ശക്തി പ്രാപിക്കും, ശക്തി പ്രാപിക്കും നിങ്ങൾ. അതേ, ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിലെ 49-ാമത്തെ തിരുവചനം. ഇവിടെയും ഉത്ഥിതനായ നമ്മുടെ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യരെ ഓർപ്പിക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. ശക്തി, ആ ശക്തി കൊണ്ട് നിറയുവോളം നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ കഴിയണം. ഈ ജെറുസലേമിൽ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളിൽ വന്നു നിറയുവോളം. ഏതാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി? ആരാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി? നമുക്കറിയാം, ആ ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെങ്കിൽ ഇത്രമാത്രം ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക, ഈ ശക്തി ആരിലൊക്കെ നിറയുന്നോ അവരോരോരുത്തരും ശക്തരാകും. അവരോരോരുത്തരും ശക്തരാകും. അവരുടെ ബലഹീനതകളെ, പരിമിതികളെ മറികടക്കാനും അതിജീവിക്കാനും അവർക്ക് സാധിക്കും. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വന്നു നിറയുമ്പോൾ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ, അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ വിധം നമ്മുടെ കുറവുകളെ മറികടന്ന് മുന്നോട്ട് പോകാൻ വേണ്ട ദൈവാത്മാവിൻ്റെ അഭിഷേക ശക്തി, ആ ശക്തി നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുമ്പോൾ ആ വ്യക്തി ശക്തിയുള്ള വ്യക്തിയാകും. ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ നടക്കും. ശിരസ്സ് നമിച്ച് യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദമേ. നമ്മോടുള്ള സ്നേഹത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ഈശോയെ കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കി പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ നിമിഷങ്ങളിൽ. സങ്കീർത്തനം 34 വചനം ഓർമ്മപ്പെടുത്തുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. ദൈവമേ, നിന്റെ നിത്യമായ പ്രകാശത്താൽ, പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ചേർന്ന് പാടാം. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യനേശ്വരാ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദമേ. ആരാധ്യനേശ്വരാ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻ മുഖമിൽ ഹൃദയത്തിൻ ആനന്ദം. ആരാധന ഈശോയെ, ആരാധന ഈശോയെ, ആരാധന ഈശോയെ. പാടിക്കേ. ആരാധന ഈശോയെ, ആരാധന ഈശോയെ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കരങ്ങൾ കുപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ സ്വീകരിക്കുവാൻ ഒരുക്കിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കുപ്പിപ്പിടിച്ച് അൾത്താരമധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുദാശകളുടെ സ്വീകരണത്തിലൂടെ, അനുദിന പ്രാർത്ഥനകളിലൂടെ ഈ ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ കൂടുതലായി വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. വലതുകരമുയർത്തി സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിച്ചേ ദിവ്യകാരുണ്യ ഈശോയെ. ദിവ്യകാരുണ്യ ഈശോയെ. എല്ലാവരും പ്രാർത്ഥിച്ചേ ദിവ്യകാരുണ്യ ഈശോയെ. ദിവ്യകാരുണ്യ ഈശോയെ. ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാവരിലും ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം. എല്ലാവരും കരങ്ങളൊന്ന് തുറന്നു പിടിക്കുന്നു. കണ്ണുകളെ ശാന്തമായിട്ട് അടയ്ക്കുന്നു. ഈ നിമിഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഹൃദയത്തിൽ ഈ പ്രാർത്ഥന എല്ലാവരുടെയും ഹൃദയത്തിൽ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. അല്പം ഒരു ശബ്ദത്തിൽ, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ കേൾക്കുന്ന ഒരു ശബ്ദത്തിൽ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ കേൾക്കുന്ന ശബ്ദത്തിൽ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഭയവും പേടിയും ആകുലതയും ഉത്കണ്ഠയും എല്ലാം എടുത്തു മാറ്റും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ഒരു 2 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരും ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. കരങ്ങൾ തുറന്നു പിടിച്ച് കണ്ണുകൾ അടച്ച്, മറ്റൊരു പ്രാർത്ഥനയുമില്ല, മറ്റൊരു ചിന്തകളുമില്ല. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടും. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ഫലങ്ങളാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടും. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു 4 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ആവർത്തിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. സ്ലീഹന്മാര് പരിശുദ്ധ അമ്മയോട് ചേർന്ന്
പന്തക്കുസ്ത ദിനത്തിൽ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന മാത്രം. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം അസ്ഥികളുടെ താഴ്വരയിൽ ഇതാ ദൈവം പ്രവാചകന് കാണിച്ചു കൊടുക്കുകയാ. അസ്ഥികളുടെ താഴ്വരയിൽ അസ്ഥികൾക്ക് ഇതാ പുതുജീവൻ ലഭിക്കുന്നു. അവയൊരു മഹാസൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്രകാരം പറയുന്നു, ഇസ്രായേൽ സമൂഹത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥയാണിത്. ഇതാ ജീവിതത്തിൽ പുതുജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുന്നു, കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുന്നു. അല്പം കൂടെ സ്വരത്തില്, ഒരു 6 പേര് കേൾക്കുന്ന ശബ്ദത്തില്, ഒരു 8 പേര് കേൾക്കുന്ന ശബ്ദത്തില്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ നയിക്കും, പുതുജീവൻ നൽകും, പ്രത്യാശ നൽകും. എസെക്കിയേൽ പ്രവചനം 2:28 എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. സത്യത്തിന്റെ ആത്മാവ്, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, പ്രത്യാശയുടെ ആത്മാവ്. പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ശിരസ് നമിച്ച് എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ഷെല്ലി കുറുവാച്ചിറ വീട്ടുപേര്. ഞാൻ കണ്ണോത്ത് ഇടഭാഗമാണ്. ഞാൻ 15 വർഷം മുമ്പ് പോപ്പുലർ മിഷൻ ധ്യാനം കണ്ണോത്ത് തന്നെ കൂടിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവിടെ പോപ്പുലർ മിഷൻ ധ്യാനം വന്നത്. ഞങ്ങളെ ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ ഒരു ധ്യാനമായിരുന്നു. മറ്റുള്ള ധ്യാനത്തെ വെച്ച് നോക്കുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് ജയ് വിളിച്ച് വരുന്നതൊക്കെ ഒരു പുതിയ അനുഭവമായിട്ടാണ് ഇവിടെയുള്ള പുതിയ ആൾക്കാർക്കൊക്കെ തോന്നിയത്. അതുമാതിരി തന്നെ രാത്രി ആണെങ്കിൽ തന്നെ എല്ലാം ഉച്ച കഴിഞ്ഞ് വരുന്നതും കൊടി പിടിച്ചും ജയ് വിളിച്ചും വരുന്ന ഒരു പുത്തൻ അനുഭവമായിട്ടാണ് പുതിയ തലമുറയ്ക്കും തോന്നിയത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ ധ്യാനത്തിൽ കൂടാനൊരു ഉത്സാഹം ഉണ്ടായി. കുട്ടികളാണെങ്കിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ജയ് വിളിച്ചൊക്കെ വരുന്നത്. അവർക്കൊരു വളരെ പുതിയ അനുഭവമായിരുന്നു അത്. അച്ഛന്മാരുടെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ തന്നെ പാട്ടുപാടിയും ഡാൻസ് കളിച്ചൊക്കെ ഉള്ളത് എല്ലാവർക്കും ഒരു സന്തോഷപ്രദമായ രീതിയിലുള്ള ക്ലാസ്സായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഞങ്ങളുടെ സെൻറ്ററിലാണെങ്കിൽ തോമസ് അച്ഛനും അമലച്ചനുമായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. നല്ല ക്ലാസ്സും നല്ല ഡാൻസൊക്കെ ആയിരുന്നു. പാട്ടൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. അതുമാതിരി രാവിലെ തന്നെ എല്ലാവരും തന്നെ ഉത്സാഹത്തോടെ പോവുകയും എല്ലാം ചെയ്തു. വൈകുന്നേരം അതുമാതിരി തന്നെ എല്ലാ ആൾക്കാരും തന്നെ സമ്മതിക്കുകയും ചെയ്തു. ക്ലാസ് എടുത്ത എല്ലാ അച്ഛന്മാർക്കും പോപ്പുലർ മിഷൻ ധ്യാന ടീമിനും കണ്ണോത്ത് ഇടവകയുടെ നന്ദി രേഖപ്പെടുത്തുന്നു.